ഉറക്കത്തിൽ നിന്ന് എൻ്റെ നേരെ വന്നത് അത്തപ്പൂക്കളാണ്. കയ്യിലുള്ള വടിയും പെൻസിലൊക്കെ വെച്ചിട്ട് ഞാൻ പൂക്കളം വരച്ചു തുടങ്ങി. വരയുടെ കാര്യത്തിലല്ലെങ്കിൽ നമ്മൾ പണ്ടേ പുല്ല, പക്ഷേ എല്ലാ കഴിവും തിരിച്ച് തന്ന് ദൈവം നമ്മളെ പണ്ടേ ചതിച്ചു. എന്തായാലും ഉള്ള കഴിവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവന്നെ. പൂക്കളത്തിൻ്റെ സ്കെച്ച് വരച്ച് കഴിഞ്ഞു, ഇനി സാധനം ഇട്ട് തുടങ്ങാം. പൂക്കളം ഇട്ട് തുടങ്ങി. അച്ഛൻ ഇപ്പോഴാണ് പൂ പൊട്ടിക്കാൻ പോണത്. ഒരവസ്ഥയെ അച്ഛൻ്റെ ബാക്കിലിരിക്കുന്ന ഇവൻ പൂ പൊട്ടിക്കാൻ സഹായിക്കാൻ പോയിരിക്കുന്നതല്ല, അവൻ ആ ചെടിയുടെ ഇടയിൽ സ്വർണ്ണിട്ട് വെച്ചിട്ടുണ്ട്. അതങ്ങനെ അച്ഛൻ്റെ കൈമ പറ്റുമെന്ന് നോക്കിയിരിക്കട്ടാ. പൂക്കൾ വെള്ള ഇട്ടു, പച്ചിട്ടു, പിന്നെ ചുമലിട്ടു, പിന്നെ ഉണ്ടമല്ലി വന്നു. പിന്നെയും പച്ച. ഉണ്ടമല്ലിട്ട് വേഗം തീർക്കാൻ നോക്കട്ടെ പരിപാടി. പച്ച പിന്നെയും. ഈ കുട്ടിയേതാ? ഇതാണ് പഠിക്കല് പറഞ്ഞ പെൺകുട്ടി അല്ലട്ടാ, എൻ്റെ അമ്മമ്മയാ. പൂക്കളത്തിൻ്റെ കാര്യം തീരുമാനമായി. ഇനി പറമ്പിന്ന് കുറച്ച പേരറിയാത്തൊരു പൂവുണ്ട്, അതും കൂടി വെച്ച് പൂക്കളം നലങ്കോലാക്കാം. വട്ടമല്ല ചതുരല്ല, ഏതാണ് അവിടെ ചെയ്യാൻ പുതിയതാട്ടാ എൻ്റെ വക. അത്ത സ്പെഷ്യൽ പൂക്കളിട്ട് കഴിഞ്ഞാൽ അടുക്കളയെന്ന് വന്ന വരവാട്ടാ. പൂക്കളത്തിന് മുമ്പ് ആദ്യത്തെ പൊട്ടാവൻ്റെ ആയി ക്ലിക്ക് വന്നും കിടന്നും ഇരുന്നിറങ്ങി പൂക്കളിട്ട് അവസാനിപ്പിച്ചു. എന്തിട്ടാ ഭംഗിയില്ലേ. പൂക്കളിട്ട് തളർന്ന് ഞാൻ അവിടെ നിന്ന് എണീറ്റു. ഇത് ഞാട്ട പൂക്കൾ തന്നെയാണോ? ഇത് ഇങ്ങനെയല്ലല്ലോ ഞാൻ വരച്ചതൊന്നും ഇട്ടതൊന്നും എന്തായാലും അത്തം കളറാവും. എല്ലാവർക്കും എൻ്റെ അത്താശംസകൾ കേട്ടാ. എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ സപ്പോർട്ട് ചെയ്തിട്ടാ. വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ, സബ്സ്ക്രൈബറൊന്നും ഇല്ല നമുക്ക്.